ജിൻസി അല്ലേ? അതെ, ഞാൻ അച്ചായനാണ്. ഏതച്ചായൻ? അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാ അത് ഹലോ 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 അവള് ഫോൺ ഇട്ടേതടാ. കട്ടാക്കും. ഈ അച്ചായൻ കുച്ചായൻ പറയണ്ടല്ലോ, ഏത് തോമാച്ചാനോ? അവക്കേ ഹലോ ഒന്ന് നോക്കൂ. അവക്ക് എന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാണ്. പോട്ടെ പോട്ടെ മൂട് പോട്ടെ. മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ, നീ ഒന്നൊരു വിളിച്ചു നോക്ക്. ഇടോക്ക് ഈ പണ്ടേ ഇതേപോലെ കിടക്കാച്ച് പ്രേമുണ്ടായിരുന്നു. ചേട്ടന്റെ കേസല്ലേ? ചേട്ടാ അതൊന്നല്ലടാ, ഇതിൽ ഞാൻ കൊറേ ട്വിസ്റ്റുകൾ ചേർത്തിക്കണ്. ട്വിസ്റ്റുകൾ ഇറക്കേ ഇതെല്ലാം കഥയല്ല. അപ്പൊ ഇല്ല കഥയാണ്, എന്നാലും ട്വിസ്റ്റുകളുണ്ട്. ഇനിയിപ്പോ എന്റെ മാത്തപ്പസാരെ ശശികല ടീച്ചറിനെ കുറിച്ചുണ്ടാക്കി കഥ ഓർമ്മ ഉണ്ടോ? എന്റെ പ്രിൻസിനെ തൂക്കിട്ട് അടിച്ച ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട്. ആ വിന്റേജ് കാലത്തെ ഓരോ വൈബുകളല്ലടാ. ഹലോ ഹലോ, ഇതാരാണ്? ഞാൻ ആന്റണിയാണ്, നിങ്ങളെ സീനിയർ +2 പഠിക്കണേ. ആ, ചേട്ടനായിരുന്നോ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്താ ചേട്ടാ വിളിച്ചേ? അല്ല, പഠിക്കായിരുന്നു. ആ, കൊഴപ്പല്ല, ചേട്ടൻ പറഞ്ഞോ. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനായിരുന്നു. നാളെ എക്സാം കഴിഞ്ഞിട്ട് മതിയോ? ഓ മതി മതി മതി, അതും മതി. കൊറേ നേരല്ലേ പോയിട്ട്. ഓ അങ്ങനെ തന്നെയാണ്. ഓരോ വണ്ടിയും വരും വലിച്ചുകൊണ്ടിരും. എന്നിട്ട് അവസാനം എന്റെ തലേക്കൊക്കെ പാടെ വരിക. ഇത് കണ്ട ഈ കഴിഞ്ഞ ആഴ്ച എന്റെ മുഖത്ത് കിട്ടിയ പരിപാടിയാ ഇത്. അത് മതി, നിർത്തിക്കളഞ്ഞിപ്പോ വരുന്നുണ്ട്. അടിച്ചു മോനെ അടിച്ചു. നാളെ അവള് നേരിട്ട് കാണാന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഇത്രയും നേരം എന്തുണ്ടാക്കിയായിരുന്നു? നേരിട്ട് പറയുമ്പോൾ അതിന്റെ ഒരു ഫീൽ. എന്നിട്ട് നാളെ എന്താ പറയാൻ പോണ്? അതൊക്കെ സെറ്റാണ്. അന്ന് പോയിട്ട് കാര്യല്ല, ഇന്ന് കറക്റ്റ് പറഞ്ഞിട്ട് ഈ പോയത് നാളെ. ഇപ്പൊ ഏതാണ്ട് അവൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ ഞാൻ അവിടെ ചെല്ലുമ്പോ അവള് ചോദിക്കും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഈ കാര്യം എടുത്തിടും. ഏത് എടുത്തിട്ട് പാറന്ന് വരട്ടെ. ദേശിയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കൊറേ കാലമായി. ദേശീയടാ ജിൻസി. സോറി, ജിൻസി അത് എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. അതെന്റെ മനസ്സിന്റെ ഒരു വിമിഷ്ടമാണ്. വിമ്മിഷ്ടോ? അതൊന്നും വേണ്ട വേണ്ട, ഓള് വേറെതിലേക്ക് വിചാരിക്കും. എന്നാ പിന്നെ പ്രിങ്ങാസല്ലടാ. ഒന്ന് പോടെ. വീർപ്പ് മുട്ടൽ അങ്ങനെ ഉണ്ടാവും. അത് കൊള്ളാം, വീർപ്പുമുട്ടൽ. അത് ഇന്നും എന്റെ മനസ്സിലെ വീർപ്പുമുട്ടലായിരിക്കും. ആ വീർപ്പുമുട്ടലിന്റെ പേര് ജിൻസി. ഇതിനവള് വീഴും, അതെ ഞാൻ വീഴ്ത്തും. ഇതിലൊക്കെ വീഴൂ? വീഴില്ലേ? വീണിരിക്കും, വീഴും. അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് പറയുമ്പോ, അല്ല നമുക്ക് നാളെ എക്സാം. അതിനെപ്പോ ഞാനും ആലോചിക്കണേ, ഏതപ്പോ നാളെ? ബയോളജി ആണോ? ബയോളജി അല്ല, നാളെ ഇപ്പൊ ഏതാന്ന് കണക്ക് മലയാളം, കെമിസ്ട്രി. അല്ല നിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ? ആര് പഠിക്കും? എന്നാലേ ഞാൻ പോവാണ്. വീട്ടിൽ ചെന്നില്ല ഈ ചോരല്ല. ഞാനുണ്ട് എന്തായാലും. ഇക്കൊറ്റക്കാവും പേടിയാണ്. മിച്ചറും കഴിച്ചു നാറികള്. അറിയാതെ വന്നു ഞാല്. നീച്ചവിടുന്ന് പരീക്ഷ ചക്ക വിട്ട പോലെ കടന്നു കൂതരെ നീച്ചവിടുന്നു. തന്നെ തുടങ്ങി വണ്ടി വലുതോയിലേക്ക്. 10-12 വയസ്സായാലും എനിക്ക് എന്നാ ഇനി ബോധം വെക്കണേ? മമ്മി പാൽ തള്ള മിൽക്കൊണ്ടോ? കുങ്കപ്പൂട്ടിട്ടില്ല? എല്ലാം കൂട്ടിക്കണം. പരീക്ഷ അല്ലേ? നേരെടുത്തോ? ഇല്ല, മറന്ന്. ടിക്കറ്റ് എടുത്തോ? കൊടുത്തിട്ടില്ല. ഏത് സമയത്ത് ഒന്ന് പതുക്കെ പറയാ തള്ളേ, നാട്ടുകാർ മൊത്തം കേൾക്കും. ആ കസേരലാക്കണേ.
ഇതിങ്ങനെ മടക്കി 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 ഇതാ നിങ്ങൾ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു മനുഷ്യ കുഞ്ഞറിയില്ല. അത് മാത്രല്ല ഇതിനകത്തൊരു സാധനം ഉണ്ട്. അയ്യേ അതെല്ലാവർക്കും ഇല്ലല്ലേ? അതല്ല ഇതിന്റെ അടിയിൽ കോപ്പി ഉണ്ട്. ഞാൻ പറഞ്ഞു തയ്പ്പിച്ച അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. എന്താ ബോംബോ ടയർ പൊട്ടിയാണോ? പൊട്ടിയെന്നല്ല പൊട്ടി. പൊട്ടിയോ? ഇനിയിപ്പോ എന്താ കാട്ടുക? എന്തപ്പോ കാട്ടുഞ്ഞി അടുത്തപ്പോ വണ്ടി ഉണ്ടാവും ഇനി. വണ്ടി ആ നമ്മളെ ഷിബോന്റെ അടുത്ത് വണ്ടി ഉണ്ടാവില്ല. വണ്ടി അടുത്ത് ഈ നമ്പർ ഉണ്ടോ ഷിബോന്റെ? ഒന്ന് വിളിച്ചു നോക്കിയാ. വിളിച്ച് ഞാൻ വിളിച്ചു നോക്കാം. എടുത്ത കോപ്പിയൊക്കെ വെറുതെ രാവിലെ തന്നെ പരിപാടി. സിബോട്ടനല്ലേ? ഞാനാണ് സുയിത്ത്. നിങ്ങളെവിടെ? ഫാമിലല്ലേ? നിങ്ങളെ വണ്ടി ഒന്ന് തരും ഞങ്ങൾക്ക്. എൻ്റെ വണ്ടി പഞ്ചറായി. ഞങ്ങൾക്ക് ഇന്ന് എക്സാം ഇല്ലാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങളോട്ട് വരാം. മൂപ്പര് ഫാമിലുണ്ട്. പൂർണ്ണ വിട്ടാലോ? പിന്നെ അത് കുടിച്ചാ ഞാൻ വണ്ടി ഫീലാക്കട്ടെ. വിട്ടോ വിട്ടോ. നിങ്ങൾ എവിടുത്തെ പണിക്കാരാണ്? ബോംബെത്തെ കോപ്പാണ്. നിങ്ങൾ പട്ടി കൂടെ ഉണ്ടാക്കില്ലേ? അതിലിപ്പോ പട്ടീനെ കൊള്ളണില്ല. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അങ്ങനെ വന്നു. അതിനാളത് ഇത്ര നേരം നിർത്തി പൊരിക്കുന്നു. നിങ്ങളോടാണ് ചെല്ലാൻ പറയുന്നുണ്ട്. എന്തിനാണാവോ? ഉമ്മൻ തരാൻ. കോഴി കയറും. ചിലപ്പോ കയറും. അപ്പൊ കോഴി കൂടാക്കാം. വണ്ടീന്റെ കീക്കി വാ വണ്ടിയില. ശരി ഒരു 50 രൂപടാ. 50 രൂപ എന്തിനാ? ഇപ്പൊ വാങ്ങാനാ? അയ്യേ ഫ്ലൈങ് പിസ്സ. അതല്ല ഒരു സിഗരറ്റ് വാങ്ങണ 50 രൂപടാ. അത് പറഞ്ഞാ പോരെ? 50 ഒന്നുമില്ല, 30 ഉണ്ട്. ഉള്ളതാ. ശരി. സമയല്ല. നീ ഇങ്ങനെ